നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. 190 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്നത് 5 ഘട്ട വോട്ടെടുപ്പാണ്. 353 സീറ്റുകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് നടക്കേണ്ടത്. ഈ 1ഉം 2ഉം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥിതി ഒട്ടും തന്നെ അനുകൂലമല്ല എന്നും സ്ഥിതി ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നും ആദ്യം തന്നെ ബോധ്യപ്പെട്ടത് ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമാണ്. ഇത് ഈ വോട്ടെടുപ്പ് 2 ഘട്ട വോട്ടെടുപ്പിന് ശേഷം സംഭവിച്ചൊരു തിരിച്ചറിവൊന്നുമല്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ കാറ്റ് തങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമല്ല എന്ന ഉത്തമ ബോധ്യമുള്ള നരേന്ദ്രമോദിയും ബി.ജെ.പിയും ആദ്യമുണ്ടാക്കിയ ഫോൾസ് നറേറ്റീവാണ് ഈ 400 സീറ്റ് എന്ന് പറയുന്നത്. ഈ ഗോദയിൽ തോൽക്കാൻ പോകുന്നവർ വലിയ അഭ്യാസം കാണിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. ഞാനിപ്പോഴും ഈ ബി.ജെ.പി തോറ്റുപോകുമെന്ന് പറയുന്ന ഒരാളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കില്ല എന്നാണ് എൻ്റെ നിലപാട്. അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 അത് 2014 2019 ഏകപക്ഷീയമല്ല. ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ബി.ജെ.പി ചെയ്തത് എന്താണ്? അവർക്ക് 303 സിറ്റിംഗ് എം പിമാരുണ്ട്. അതിൽ 101 സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ലെന്നേ ഈ മത്സരത്തിൽ മത്സരിക്കാൻ. അതെന്തുകൊണ്ടാണ്? ഈ 101 എം പിമാർക്ക് സീറ്റ് കൊടുത്താൽ ഈ 101 പേരും തോറ്റുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഈ 400 സീറ്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു ഫോൾസ് നറേറ്റീവ് ആയിരുന്നു. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ആളുകളെ ഒരു മായികാ പ്രപഞ്ചത്തിൽ കൊണ്ട് എത്തിച്ചിട്ട് ഇതാ ഞങ്ങൾക്കെല്ലാം കിട്ടാൻ പോകുന്നു, ഇനി നിങ്ങൾ മാറി നിൽക്കേണ്ട, ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തോളൂ എന്ന തരത്തിലൊരു പ്രചരണത്തിനാണ് ആദ്യം ബി.ജെ.പി നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചത്. അത് അമ്പേ പാളി. 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികളാണ് ബി.ജെ.പിയെ കാത്തിരിക്കുന്നതെന്ന് അവർക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത അരുൺ, 12 സംസ്ഥാനങ്ങളിൽ നിന്ന് ബി.ജെ.പി ഏകപക്ഷീയമായി വിജയം നേടുകയായിരുന്നു. 12 സംസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ 2019 ബി.ജെ.പിക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കിയത്. ഈ 12 സംസ്ഥാനങ്ങളിലൂടെയും ആകെ 320 സീറ്റുകളിൽ 278 സീറ്റുകളും ബി.ജെ.പിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് എടുക്കാമല്ലോ. മധ്യപ്രദേശ് ആകെ സീറ്റ് 28 സീറ്റും ബി.ജെ.പിക്കാണ് കിട്ടിയത്, 1 സീറ്റ് കമൽനാഥിൻ്റെത്. അതേപോലെ രാജസ്ഥാൻ ആകെ സീറ്റ് 26 സീറ്റും രാജസ്ഥാനിൽ ബി.ജെ.പിക്കായിരുന്നു. ഈ ഗുജറാത്ത് ആകെ സീറ്റ് 26 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. ഹരിയാന ആകെ സീറ്റ് 10, ആ 10 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. ഡൽഹി 7 സീറ്റ്, ആ 7 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. ഛത്തീസ്ഗഡ് 11 സീറ്റ്, 10 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. മഹാരാഷ്ട്ര 48 സീറ്റ്, 41 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. ബീഹാർ 40 സീറ്റ്, 39 സീറ്റും ബി.ജെ.പിക്കായിരുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ ആകെയുള്ള 80 സീറ്റിൽ 62 സീറ്റ് ബി.ജെ.പിക്ക്, ഒപ്പമുണ്ടായിരുന്ന അപ്നാദളിന് 2 സീറ്റ്, അങ്ങനെ ഇന്ത്യക്ക് മൊത്തം 64 സീറ്റ്. ഇങ്ങനെ 12 സംസ്ഥാനങ്ങളിലെ ആകെയുള്ള 320 സീറ്റുകളിൽ 278 സീറ്റുകളും ബി.ജെ.പി ആർജിച്ചു എന്ന് പറയുമ്പോഴല്ലോ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞു. അതായത് ഈ രാജ്യത്ത് ആകെയുള്ളത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. അതിൽ പകുതി സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വേണ്ടി വന്നില്ല ബി.ജെ.പിക്ക് ഈ പറയുന്ന വലിയ നേട്ടമുണ്ടാക്കാൻ. ആ സാഹചര്യം ഇന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. മധ്യപ്രദേശ് ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ നേട്ടം അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ രാജസ്ഥാനിൽ എന്താ സ്ഥിതി? രജപുത്രന്മാർ വലിയ രീതിയിൽ എതിര് നിൽക്കുകയാണ് അവിടെ. അതൊരു വലിയ വോട്ട് ബാങ്കാണ്. അവിടെ കാറ്റ് മാറി വീശുന്നു എന്ന് ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും ഉത്തമ ബോധ്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായൊരു സഹതാപ തരംഗം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 48 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 41 സീറ്റ് എന്ന് പറയുന്നത് ആവർത്തിക്കാനേ കഴിയില്ല. ബീഹാറിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു ബിംബമാണ്. അവിടെ 40 സീറ്റുകളിൽ 39 സീറ്റ് എന്ന് പറയുന്ന വിജയം ആവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. രാജസ്ഥാനും ബീഹാറും മഹാരാഷ്ട്രയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഡൽഹിയും ഒക്കെ വലിയ തിരിച്ചടികൾ നേരിടാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് ബി.ജെ.പിക്ക് എന്ന് ബി.ജെ.പി നേതൃത്വത്തിന് നല്ല ഉറപ്പുണ്ട്. ഹരിയാനയിലെ സ്ഥിതി എന്താ? ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. അവിടെ കോൺഗ്രസ് ഒരു തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ തങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പിന്തുണച്ചിരുന്ന 12 സംസ്ഥാനങ്ങളിലെ ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പിക്ക് ഉറപ്പായിരിക്കുന്നു, നരേന്ദ്രമോദിക്ക് ഉറപ്പായിരിക്കുന്നു. വിവിധ ഘടകങ്ങൾ ബി.ജെ.പിക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ആളുകൾ വോട്ട് ചെയ്യാൻ പുറത്തേക്ക് പോരുന്നില്ല. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ഓൺലൈൻ മാഗസീനുകളും നടത്തിയിട്ടുള്ള സർവേകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒക്കെ എൻ ബ്ലോക്കായിട്ട് പോയിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ പ്രവർത്തകരെയും പിന്തുണയ്ക്കുന്നവരെയും അനുയായികളെയും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കഷ്ടപ്പെടുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊട്ടും പ്രത്യാശയോ പ്രതീക്ഷയോ നൽകുന്ന ഒരു ഭരണമോ ഒരു വേവോ ഒരു തരംഗമോ ഒന്നും തന്നെ ഈ കുറി നിലനിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ അർത്ഥത്തിൽ തങ്ങളുടെ വോട്ട് യഥാർത്ഥത്തിൽ പോൾ ചെയ്യപ്പെടുന്നില്ല എന്ന ആശങ്ക കൊണ്ടാണ്
കഴിഞ്ഞ തവണ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുന്നു രാവിലെ തന്നെ നമ്മുടെ പ്രവർത്തകരെ എല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കണം, എന്നിട്ട് അവരുടെ വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കണം. നോക്കൂ, ഒരു പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ കാൻഡിഡേറ്റിനും കത്തെഴുതുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടില്ലേ? വ്യക്തിപരമായി അഭിസംബോധന ചെയ്ത് കത്തെഴുതുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഈ മുസ്ലിം വിരോധം ആളി കത്തിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് രക്ഷപ്പെടുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അവസാനത്തെ ആയുധമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രശ്നം കൂടി എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അതായത് 2014 ആൻറ്റി യു പി എ തരംഗം വളരെ ശക്തമായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു രാജ്യത്തുടനീളം. ആ വികാരത്തിനൊപ്പം മോദി എന്നൊരു ബിംബം കൂടി ഉയർന്നു വരുമ്പോൾ മോദി വേവും അതുപോലെ തന്നെ ആൻറ്റി യു പി എ വേവും കൂടി ചേർന്ന് സിംഗിൾ പാർട്ടി മെജോറിറ്റിയിലേക്ക് BJP എത്തി. 2019 ഒറ്റ മുദ്രാവാക്യം ബാലാക്കോട്ടിലേക്ക് അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൽ മോദി ജനങ്ങളെ അഭിസംബോധിക്കുന്നത്. നോക്കൂ, പാകിസ്ഥാനെതിരെ ശക്തമായ മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ രാജ്യത്താകമാനമുണ്ടായിട്ടുള്ള ദേശഭക്തിയും ദേശവികാരവും ഉണ്ടല്ലോ, അതൊരു വലിയ കൊടുങ്കാറ്റായിരുന്നു. അങ്ങനെ മോദിയും വികാരവും ഒപ്പം ബാലാക്കോട്ട് വികാരവും കൂടി ചേർന്നപ്പോൾ 303 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് BJP എത്തി. NDA 340 കടന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു വികാരവുമില്ല, ഒരു തരംഗവുമില്ല എന്ന് ബോധ്യപ്പെട്ട മോദി ഇപ്പോൾ ഇതാ ഒരു പുതിയ മുദ്രാവാക്യമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്? പാകിസ്ഥാൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ കോൺഗ്രസ് വരണമെന്ന്. എന്തിനാണ് ഇവിടെ കോൺഗ്രസ് വരുന്നത്? കോൺഗ്രസ് വന്നാൽ മാത്രമേ ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. ഇന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമോ? അങ്ങേയറ്റം ദരിദ്രമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെത്. നിത്യനിദാന ചിലവുകൾക്ക് പൈസയില്ലാത്തൊരു രാഷ്ട്രമായിട്ട് അത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യത്തെ ചൂണ്ടിക്കാട്ടി ഇതൊരു വലിയ ത്രെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1971 മാത്രമാണ് ഒരു സമ്പൂർണ്ണ യുദ്ധം പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ളത്. അന്ന് ഇവിടെ ഈ BJP-കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആ യുദ്ധം നയിച്ചതും ഏറ്റെടുത്തതുമൊക്കെ ഇന്ത്യൻ ജനത ഒന്നടങ്കം തന്നെയാണ്. അവിടെ ആ വലിയ യുദ്ധത്തിലെ ആ വലിയ വിജയം നേടിയതെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഞാൻ ആ യുദ്ധത്തെ പ്രകീർത്തിക്കുകയോ ആ നേട്ടത്തെ ഉയർത്തി കാണിക്കുകയോ ഒന്നുമല്ല. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ. പക്ഷേ വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരും പാർട്ടിയുമൊക്കെ വേറെ പാർട്ടികളും വേറെ സർക്കാരുകളുമാണ്. അതുകൊണ്ട് അവരുടെ ഒന്നും ഈ പറയുന്ന രാജ്യഭക്തിയിലും രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലൊന്നും ഒരാശങ്കയും ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഈ പാകിസ്ഥാൻ വിരോധം പറയുന്നത് ഈ പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ആവനാഴിയിലുള്ള ഓരോരോ അമ്പുകളായിട്ടെടുത്ത് പ്രയോഗിക്കുകയാണ്. മോദി ഗ്യാരണ്ടി വർക്ക് ചെയ്തില്ല, മോദി തരംഗമില്ല, ഗ്ലോബൽ എക്കണോമിക് പവർ എന്ന് പറഞ്ഞ കാര്യം വർക്ക് ചെയ്യുന്നില്ല, തൊഴിലില്ലായ്മ പ്രശ്നമാകുന്നു, കാർഷിക പ്രതിസന്ധി പ്രശ്നമാകുന്നു, വിലക്കയറ്റം പ്രശ്നമാകുന്നു. അപ്പോൾ പിന്നെ മുസ്ലിം വിരോധം, അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്നൊരു ശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് ദേശഭക്തി എന്നൊരു വികാരം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെയൊന്നും ഈ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറെക്കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളെ മുൻകൂട്ടി ബോധ്യമുണ്ടായിരുന്ന BJP-ക്ക് അതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്നൊരു സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്, നരേന്ദ്രമോദി ഉള്ളത്. അതുകൊണ്ട് ഈ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇനി ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇനി എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഈ മുസ്ലിം വിരോധമല്ലാതെ ഈ പാകിസ്ഥാൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും ഒരു മുദ്രാവാക്യവുമില്ല. മോഡിയുടെ പ്രസംഗത്തിൽ മോഡി ആവർത്തിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ ഈ ആർട്ടിക്കിൾ 370 നടപ്പാക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. എന്തിനാണ് ഈ ആർട്ടിക്കിൾ 370 നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്? കാരണം വെച്ചാൽ ഇവരെ വിശ്വസിക്കരുത്. ഇവരെ വിശ്വസിച്ചാൽ ഇവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ്, വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലുള്ള പ്രചാരണത്തിനാണ് ഈ 370 എടുത്തു വെച്ചിരിക്കുന്നത് ഇന്ന്. അതുപോലെ തന്നെ CAA വിഷയം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണ് CAA വിഷയത്തിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞതെന്നറിയാവോ? നോക്കൂ, നമ്മുടെ ഈ പറയുന്ന ഭാരതീയ ധർമ്മത്തെ പിന്തുടരുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ പീഡിപ്പിക്കപ്പെടുകയും അവരൊക്കെ കൂട്ടപലായനം ചെയ്യുന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയം നൽകാനും നമ്മൾ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ കോൺഗ്രസ് വന്നിരിക്കുന്നു. അവരാർക്കാണ് എതിര്? ഭാരതീയ ധർമ്മത്തിനാണ് എതിര്. ഭാരതീയ ധർമ്മത്തിനാണ് എതിര് എന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ പക്ഷത്താണ് അവരുള്ളത്? അതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവർ മുഗളന്മാരുടെ ഈ പറയുന്ന മുഗളന്മാരുടെ പിന്തുടർച്ചക്കാരാണ്. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തിട്ട് ബാബറി മസ്ജിദ് ഉണ്ടാക്കിയ മുഗളന്മാർക്ക് ശേഷം 500 വർഷങ്ങൾ ഇവർ നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ശേഷം എപ്പോഴാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായത്? BJP അധികാരത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഭാരതധർമ്മം പുനഃസ്ഥാപിച്ചതാരാണ്? BJP ആണ്. ഇവരാരുടെ പക്ഷത്താണ്? മുഗളന്മാരുടെ പക്ഷത്താണ്. ആരാണ് മുഗളന്മാർ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം രാജാക്കന്മാരാണ്. അപ്പോൾ അവരുടെ പക്ഷം മുസ്ലിം പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി മുസ്ലിം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനെ പുതിയ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനൊന്നും എവിടെയും ഇല്ല. പാകിസ്ഥാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സൈനിക ശക്തിയുമല്ല. പാകിസ്ഥാന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാൻ്റെ. അത്രയും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
കാരണം മോഡി തന്നെ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ കയ്യിൽ ഇപ്പോൾ എന്താണ്, ഭിക്ഷപാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ദുർബലരായ ഒരു രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു, അവരുടെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കും എന്നൊക്കെയുള്ള കപടമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമോ എന്നുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ് മോഡിയും BJP-യും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രസംഗത്തെ ഈ അടിപതറിയ BJP-യെയാണ് നമ്മൾ കാണുന്നത്, അടിപതറിയ നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Meet the editors.